Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് ലാസ്റ്റ് മൊഡ്യൂളായ രജിസ്ട്രേഷൻ, റിട്ടേൺസ്, അക്കൗണ്ട്സ് ആൻഡ് അസസ്മെന്റിൽ പഠിക്കാനുള്ളത് അമെൻമെന്റ്, ക്യാൻസലേഷൻ ആൻഡ് റിവോക്കേഷൻ ഓഫ് ക്യാൻസൽഡ് രജിസ്ട്രേഷൻ ആണ്. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് അമെൻമെന്റ് ഓഫ് രജിസ്ട്രേഷൻ നോക്കാം. GST registration once granted may be amended due to many reasons. നമുക്കൊരു പ്രാവശ്യം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് അമെൻഡ് ചെയ്യാം, എന്ന് വെച്ചാൽ അതിൽ ചേഞ്ചസ് വരുത്താം. പല കാരണം കൊണ്ട് നമുക്ക് ചേഞ്ചസ് വരുത്താം. Such amendments will be subject to the following provisions and rules. അതിൻ്റെ പ്രൊവിഷൻസ് ആൻഡ് റൂൾസ് എന്താന്ന് നോക്കാം. ഒന്നാമത്തെ, every registered person and a person to whom a unique identity number has been assigned. ഇപ്പോൾ രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ GSTI നമ്പർ ഉള്ള പേഴ്സണും അതേപോലെ തന്നെ യൂണീക്ക് ഐഡന്റിറ്റി നമ്പർ ഉള്ള പേഴ്സണും ഷാൾ ഇൻഫോം ദ പ്രോപ്പർ ഓഫീസറിനെ ഇൻഫോം ചെയ്യണം ഓഫ് എനി ചേഞ്ചസ് ഇൻ ദ ഇൻഫർമേഷൻ ഫർണിഷ്ഡ് requiring amendment of registration within the prescribed period. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് എന്താണ് നമ്മുടെ രജിസ്ട്രേഷനിൽ എന്ത് ചേഞ്ച് ആണ് നമുക്ക് വരുത്തേണ്ടത്, ആ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രോപ്പർ ഓഫീസറിനെ ഇൻഫോം ചെയ്യണം വിത്തിൻ ദ പ്രിസ്ക്രൈബ്ഡ് പീരിയഡ്. അതിന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല ആ പീരിയഡിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളത് ഇൻഫോം ചെയ്തിരിക്കണം. The proper officer may approve or reject amendments in the registration particulars within the prescribed period. അതേപോലെ തന്നെ ഈ പ്രോപ്പർ ഓഫീസറിനെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അത് ചെക്ക് ചെയ്യും, എന്നിട്ട് ചിലപ്പോൾ അപ്രൂവ് ചെയ്യാം, ചിലപ്പോൾ റിജക്ട് ചെയ്യാം. ഇപ്പൊ രജിസ്ട്രേഷന്റെ കേസിലും അങ്ങനെ തന്നെ അല്ലേ, അപ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. However, the proper officer shall not reject the application for amendment in registration particulars without giving the person an opportunity of being heard. അപ്പം നമ്മൾ അതിനകത്ത് എന്തെങ്കിലും കാരണം കൊണ്ട് അത് റിജക്റ്റ് ചെയ്യുവാണെങ്കിൽ ആ പേഴ്സണ് ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ സൈഡിൽ പറയാനുള്ള അവസരം അയാൾക്ക് കൊടുക്കണം, അയാളെ കേൾക്കാനുള്ള ഒരു അവസരം അയാൾക്ക് കൊടുക്കണം. എന്ന് വെച്ചാൽ അയാൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ഇപ്പം ഇന്ന കാരണം കൊണ്ട് റിജക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അതിൽ എന്തെങ്കിലും പറയാനുണ്ടോ, ബിക്കോസ് അത് അയാൾക്ക് ചേഞ്ച് ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ തെറ്റ് പറ്റിപ്പോയതാണോ, അത് പറയാനുള്ള ഒരു അവകാശം അയാൾക്ക് കൊടുക്കും. Any rejection or approval of amendment under SGST Act or UTGST Act shall be deemed to be rejection or approval under CGST Act also. നമ്മൾ നേരത്തെ പറഞ്ഞു രജിസ്ട്രേഷന്റെ കേസിൽ SGST ആക്ടിലോ UTGST ആക്ടിലോ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി CGST ആക്ടിലേക്ക് വരൂലേ. അതുപോലെ തന്നെ ഇപ്പൊ അമെൻമെന്റ് അപ്രൂവ് ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ അമെൻമെന്റ് റിജക്ട് ചെയ്ത് കഴിഞ്ഞാലും അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ CGST ആക്ടിലും അപ്ലൈ ആവും. അതിന് നമ്മൾ CGSTയിൽ സെപ്പറേറ്റ് ആയിട്ട് അമെൻമെന്റിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കണ്ട. അപ്പൊ ഇത്രയാണ് അമെൻമെന്റ് ഓഫ് രജിസ്ട്രേഷന്റെ കാര്യം പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് അമെൻമെന്റിന്റെ റൂൾസ് നോക്കാം. നമ്മൾ നേരത്തെ പ്രൊവിഷൻസ് പഠിച്ചു, ഇനി നമുക്ക് റൂൾസ് ആണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ റൂൾ പറയുന്നത് ഇഫ് ദർ ഈസ് എനി ചേഞ്ച് ഇൻ ദ പെർട്ടിക്കുലർസ് ഫർണിഷ്ഡ് ഇൻ ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. നമ്മളെ രജിസ്ട്രേഷന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു, നമ്മൾ രജിസ്റ്റേർഡ് ആയി. അപ്പോൾ രജിസ്ട്രേഷന് കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷനിൽ ഉള്ള ഡീറ്റെയിൽസ് നമ്മൾ അതിനനുസരിച്ചായിരിക്കും നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ടാവാം. അതിലെന്തെങ്കിലും ചേഞ്ച് വരുവാണെങ്കിൽ അപ്പോഴാണ് നമുക്ക് അമെൻഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നത്. അങ്ങനെ ചേഞ്ച് വരുന്ന സമയത്ത് ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ അപ്ലൈ ഫോർ അമെൻമെന്റ് ഓഫ് രജിസ്ട്രേഷൻ. അപ്പോഴാണ് നമ്മൾ അമെൻമെന്റ് ഓഫ് രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യേണ്ടത്. വിത്തിൻ എ പീരീഡ് ഓഫ് 15 days ഓഫ് സച്ച് ചേഞ്ച്. നമുക്ക് ആ ചേഞ്ച് വന്നിട്ട് 15 daysനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ കൊടുക്കണം. അമെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കണം. ദ ആപ്ലിക്കേഷൻ ഫോർ അമെൻമെന്റ് ഷുഡ് ബി സബ്മിറ്റഡ് ഇലക്ട്രോണിക്കലി. നമ്മൾ രജിസ്ട്രേഷൻസ് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇലക്ട്രോണിക്കലി ആണ് ചെയ്യേണ്ടത്. ഇൻ ഫോം GST REG 14. അതിന്റെ ഫോം എന്ന് പറയുന്നത് REG 14 ആണ്. അലോങ് വിത്ത് ദ ഡോക്യുമെന്റ്സ് റിലേറ്റിംഗ് ടു സച്ച് ചേഞ്ച് അറ്റ് ദ കോമൺ പോർട്ടൽ. അപ്പൊ അതിന് എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ്, നമുക്ക് ചേഞ്ച് വന്നതെന്ന് കാണിക്കാനുള്ള ഡോക്യുമെന്റ്സും ഒക്കെയും വെച്ചിട്ട് നമുക്ക് ഇലക്ട്രോണിക്കലി എന്ത് ചെയ്യാം, കോമൺ പോർട്ടലിനകത്ത് ഈ ആപ്ലിക്കേഷൻ കൊടുക്കാം. Next, in normal cases, the proper officer shall approve the amendment within a period of 15 days. അപ്പം നമ്മൾ രജിസ്ട്രേഷൻ്റെ 3 days എന്ന് പറഞ്ഞല്ലോ, ഈ അമെൻമെന്റിന്റെ നോർമൽ ഡേയ്സ് എടുക്കുന്നത് 15 daysന്റെ ഉള്ളിലാണ് നടക്കുന്നത്. ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ കിട്ടിയിട്ട് പ്രോപ്പർ ഓഫീസർ 15 daysനുള്ളിൽ നമുക്ക് അതിൻ്റെ മേലെ എന്താ ഡിസൈഡ് ചെയ്യുന്നത്, അപ്രൂവ് ആണെങ്കിൽ അപ്രൂവ് ചെയ്യുന്നത് 15 daysനുള്ളിൽ ചെയ്തിരിക്കും. മൂന്നാമത്തെ, if the change does not warrant cancellation of registration under section 29, the proper officer shall after due verification approve the application for change in form GST REG 14.
അപ്പോൾ നമുക്ക് അത് ക്യാൻസൽ ചെയ്യേണ്ടാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ രജിസ്ട്രേഷൻ ചിലപ്പം ക്യാൻസൽ ചെയ്യേണ്ടി വരും അല്ലെ, വലിയ ചേഞ്ച് ആണെങ്കിൽ രജിസ്ട്രേഷൻ തന്നെ ക്യാൻസൽ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു ക്യാൻസലേഷൻ്റെ സിറ്റുവേഷൻ വരുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ പ്രോപ്പർ ഓഫീസർ അതെല്ലാം വെരിഫൈ ചെയ്ത് എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തിരുന്ന ആപ്ലിക്കേഷനൊക്കെ വെരിഫൈ ചെയ്ത് അതിനെ അപ്രൂവ് ചെയ്യും. അപ്പോൾ അപ്രൂവ് ചെയ്യുന്നത് ഫോം GST REG 14 പ്രകാരമാണ് ആൻഡ് ഇഷ്യൂ ആൻ ഓർഡർ ഇൻ ഫോം GST REG 15. എന്നിട്ട് നമുക്കൊരു ഓർഡർ പാസ് ചെയ്യും. ഫോം GST REG 15 ഇലക്ട്രോണിക്കലി ആണ് നമുക്ക് പാസ് ചെയ്യുന്നത്. സച്ച് അമെൻമെന്റ് ഷാൾ ടേക്ക് എഫക്ട് ഫ്രം ദ ഡേറ്റ് ഓഫ് ഒക്കറൻസ് ഓഫ് ഇവന്റ് വാറണ്ടിങ് ദ അമെൻമെന്റ്. ഇപ്പൊ എപ്പോഴാണോ അപ്പം അതിൻ്റെ എഫക്റ്റ് ഏത് ഡേറ്റ് മുതൽ എഫക്റ്റ് ആവുന്നതെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴാണോ ചേഞ്ച് വന്നത് വെച്ചാൽ നമ്മൾ അമെൻഡ് ചെയ്യേണ്ട രീതിയിൽ നമ്മളെ ബിസിനസ്സിൽ എന്ത് ചേഞ്ചാണ് വന്നത്, ആ ചേഞ്ച് വന്ന ദിവസം മുതൽ ആയിരിക്കും അത് എഫക്റ്റീവ് വന്നത്, അല്ലാതെ നമുക്ക് ഓർഡർ വന്ന ദിവസം മുതലല്ല. ദ ഫോളോയിങ് ആർ സം ഓഫ് ദ സിറ്റുവേഷൻ. ഇപ്പം നമ്മൾ കുറച്ച് സിറ്റുവേഷൻസ് പറയാണ്. ചേഞ്ച് ഓഫ് ദ നെയിം ഓഫ് ബിസിനസ്, ബിസിനസ്സിന്റെ പേര് മാറുവാണ്. ചേഞ്ച് ഇൻ ദ അഡ്രസ് ഓഫ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്, നമ്മളെ ബിസിനസ്സിന്റെ അഡ്രസ്സിന്റെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിന്റെ അഡ്രസ്സ് മാറുവാണ്. അഡീഷൻ ഓഫ് പ്ലേസ് ഓഫ് ബിസിനസ്, പുതിയൊരു പ്ലേസ് ഓഫ് ബിസിനസ്സും കൂടി ആഡ് ആവുകയാണ്, നമുക്ക് പുതിയ ബ്രാഞ്ചോ അങ്ങനെ എന്തെങ്കിലും ആഡ് ആവുകയാണ്. നെക്സ്റ്റ് അഡീഷൻ, ഡിലീഷൻ ഓർ റിട്ടയർമെന്റ് ഓഫ് പാർട്ട്നേഴ്സ് ഓർ ഡയറക്ടേഴ്സ്, പാർട്ട്ണറോ ഡയറക്ടറോ ആരെങ്കിലും ആഡ് ആവുകയാണ് പുതിയതായിട്ട്, അല്ലെങ്കിൽ അവർ റിട്ടയർ ആവുകയാണ്. കർത്ത ഓർ അതർ മെമ്പേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഡേ ടു ഡേ അഫയേഴ്സ് ഓഫ് ദ ബിസിനസ്, ഒന്നുകിൽ പാർട്ട്ണർ അല്ലെങ്കിൽ ഡയറക്ടർ, കർത്ത അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അതിൽ നോർമലി ആ ബിസിനസ്സിന്റെ ഡേ ടു ഡേ അഫയേഴ്സിൽ റെസ്പോൺസിബിൾ ആയ ഒരു പേഴ്സൺ റിട്ടയർ ചെയ്യുക അല്ലെങ്കിൽ പുതിയ ഒരാൾ വരുവോ ചെയ്യുന്ന സിറ്റുവേഷൻ. അപ്പോൾ ഇത്രയും സിറ്റുവേഷൻസിലാണ് നോർമലി നമുക്ക് അമെൻമെന്റ് പെട്ടെന്ന് തന്നെ അപ്രൂവ് ആയി കിട്ടുന്നത്. നാലാമത്തത്, ദ ചേഞ്ച് ഇൻ എനി സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഷാൾ ബി ആപ്ലിക്കബിൾ ഫോർ ഓൾ രജിസ്ട്രേഷൻ ഒബ്റ്റെയിൻഡ് ഓൺ ദ സെയിം പെർമനന്റ് അക്കൗണ്ട് നമ്പർ. അപ്പം നമുക്ക് ചേഞ്ച് ഇൻ എനി സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി, ഒരു സ്റ്റേറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി വേറെ സ്റ്റേറ്റിലും നമുക്ക് അതേ പെർമനന്റ് അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് ഏതൊക്കെ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടോ അതിലൊക്കെ നമുക്കത് ആപ്ലിക്കബിൾ ആവും ഓട്ടോമാറ്റിക്കലി. വേറെ ചേഞ്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എനി ബിസിനസ് റിസൾട്ട് ഇൻ ദ ചേഞ്ച് ഓഫ് ദ പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഓഫ് എ രജിസ്റ്റേർഡ് പേഴ്സൺ. അപ്പം നമുക്ക് ചില സമയത്ത് പാൻ കാർഡിന് എഫക്റ്റ് ആവുന്ന തരത്തിലുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ ഓഫ് കമ്പനീസ്, അപ്പോൾ കമ്പനി മേജ് ആവുകയാണ്, അപ്പോൾ ആ പാൻ നമ്പറിലെ ആളല്ല പിന്നെ അതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ട് വരുന്നത്, അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെങ്കിൽ എ ഫ്രഷ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഷുഡ് ബി സബ്മിറ്റഡ് ഇൻ ഫോം GST REG 01. അങ്ങനെയാണെങ്കിൽ നമ്മൾ പുതിയ രജിസ്ട്രേഷൻ തന്നെ എടുക്കേണ്ടി വരും, അമെൻമെന്റ് കൊണ്ട് കാര്യമില്ല. അപ്പോൾ പാൻ നമ്പറിൽ ചേഞ്ച് വരുവാണെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷനിൽ നമ്മൾ അതിൽ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നത് പാൻ നമ്പറിലുള്ള പേഴ്സൺ അല്ല, പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ആള്, അങ്ങനത്തെ സിറ്റുവേഷൻ ആണല്ലോ വരാം പാൻ നമ്പറിൽ ചേഞ്ചസ് വരുവാണെങ്കിൽ. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, പുതിയ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ കൊടുക്കണം. നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ REG 01. Any change in the mobile number or email address of the authorized signatory shall be carried out only after online verification as provided in under Rule 8. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് മൊബൈൽ നമ്പറോ ഇമെയിൽ നമ്പറോ എന്തെങ്കിലും നമുക്ക് രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വെരിഫൈ ചെയ്യണം അല്ലെ, OTP ഒക്കെ വെച്ചിട്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൽ ചേഞ്ച് വരുമ്പോഴും ഇതേ സംഭവം തന്നെ നമ്മൾ ചെയ്യണം, എന്നുവെച്ചാൽ ഓൺലൈൻ വെരിഫിക്കേഷൻ നമ്മൾ ചെയ്യണം, OTP ഒക്കെ വെച്ചിട്ട് ഓൺലൈൻ വെരിഫിക്കേഷൻ നമ്മൾ ചെയ്യണം. Next, where the proper officer is of the opinion that the amendment is either not warranted or the document furnished are incomplete or incorrect, he may serve a notice to the registered person within a period of 15 working days from the date on the receipt of application. അപ്പം നമ്മൾ രജിസ്ട്രേഷൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം നമുക്ക് പ്രോപ്പർ ഓഫീസറിന് തോന്നുവാണ് ഇതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം മിസ്സിംഗ് ആണ്, അങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരുവാണെങ്കിൽ ആ രജിസ്റ്റേർഡ് ഓഫീസറിന് ഒരു നോട്ടീസ് അയക്കാം 15 ഡേയ്സിൻ്റെ ഉള്ളിൽ. 15 ഡേയ്സിൻ്റെ ഉള്ളിലാണ് തീരുമാനം എടുക്കേണ്ടത് അല്ലേ, നമുക്ക് അമെൻമെൻറ്റ് ഓക്കെ ആണോ എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് അത് അപ്രൂവ് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ട. അപ്പം ആ അപ്രൂവ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആ പീരീഡിൻ്റെ ഉള്ളിൽ തന്നെ ഇനി അപ്രൂവ് ആവാതെ എന്തെങ്കിലും അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണം, അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിലാണെങ്കിൽ എന്ത് ചെയ്യാം, അയാൾക്ക് 15 ഡേയ്സിനുള്ളിൽ ഒരു നോട്ടീസ് അയക്കാം. ആരാണ് രജിസ്റ്റേർഡ് പേഴ്സൺ അയാൾക്ക് ഒരു നോട്ടീസ് സെർവ് ചെയ്യാം. എന്നിട്ട് അതിന് എന്താ വെച്ചാൽ എന്തെങ്കിലും ചേഞ്ചസ് വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ഡോക്യുമെന്റ്സ് വേണോ നമുക്ക് ആവശ്യപ്പെടാം. നെക്സ്റ്റ് പറയുന്നത് the person shall furnish a reply to the notice to show cause
within a period of 7 working days. അപ്പോൾ അങ്ങനെ ഒരു നോട്ടീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ 7 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ അതിന് റിപ്ലൈ കൊടുത്തിരിക്കണം. ഷോ കോസ് നോട്ടീസ് എന്ന് പറയാം. എന്താണ് കാരണം? അത് ബോധ്യപ്പെടുത്താനുള്ള നോട്ടീസ്. അപ്പോൾ നോട്ടീസിൻ്റെ റിപ്ലൈ നമ്മൾ എന്ത് ചെയ്യണം? 7 ഡേയ്സിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് where the reply furnished is found to be not satisfactory. നമ്മൾ റിപ്ലൈ കൊടുത്തു 7 ദിവസത്തിൻ്റെ ഉള്ളിൽ അത് അയാൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നില്ലെങ്കിൽ or where no reply is furnished, അല്ലെങ്കിൽ നമുക്ക് റിപ്ലൈ കിട്ടിയേ ഇല്ല, അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ within the period prescribed the proper officer shall reject the application. അങ്ങനെയാണെങ്കിൽ പ്രോപ്പർ ഓഫീസർ എന്ത് ചെയ്യും? ആപ്ലിക്കേഷൻ അങ്ങ് റിജക്ട് ചെയ്യും. നമ്മളോട് റിപ്ലൈ ചോദിച്ചു, നമ്മൾ റിപ്ലൈ കൊടുത്തില്ല, അല്ലെങ്കിൽ കൊടുത്ത റിപ്ലൈ അയാൾക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നിയില്ല, അങ്ങനെയാണെങ്കിൽ ആ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാം. ആൻഡ് പാസ് ആൻ ഓർഡർ ഇൻ ഫോം GST REG 05. എന്നിട്ട് റിജക്ഷൻ ഓർഡർ നമുക്ക് പാസ് ചെയ്യാം. ഫോം GST REG 05 ആ ഓർഡർ പാസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇഫ് ദ പ്രോപ്പർ ഓഫീസർ ഫെയിൽസ് ടു ടേക്ക് എനി ആക്ഷൻ വിത്തിൻ എ പീരീഡ് ഓഫ് 15 വർക്കിംഗ് ഡേയ്സ്. നമുക്ക് 15 ഡേയ്സിനുള്ളിലാണ് നമുക്ക് റിപ്ലൈ കിട്ടണം എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ 15 ഡേയ്സിനുള്ളിൽ നമുക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഫ്രം ദ ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ ഓർ വിത്തിൻ എ പീരീഡ് ഓഫ് 7 വർക്കിംഗ് ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് റിപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 7 ഡേയ്സിനുള്ളിൽ നമ്മൾ റിപ്ലൈ ചോദിച്ചു, നമ്മൾ റിപ്ലൈ കൊടുത്ത് 7 ഡേയ്സിനുള്ളിൽ നമുക്ക് അതിൻ്റെ റീസൺ അല്ല മീൻസ് അപ്രൂവ് ആയോ എന്താന്ന് വെച്ചാൽ നമുക്ക് കിട്ടണം. ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഷാൾ സ്റ്റാൻഡ് അമെൻഡഡ് ടു ദ എക്സ്റ്റെൻഡ് അപ്ലൈഡ് ഫോർ. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ, അവിടെ നിന്നൊന്നും റിപ്ലൈ ഒന്നും വന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓക്കെ ആയി എന്നാണ്. സർട്ടിഫിക്കറ്റ് ഓഫ് അമെൻമെൻറ്റ് ഓക്കെ ആയി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദ amended certificate shall be made available to the registered person on the common portal. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമൺ പോർട്ടലിനകത്ത് ആ അമെൻഡഡ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 15 ഡേയ്സിനുള്ളിൽ നമുക്കത് അപ്രൂവ് ആവുമെന്ന് പറഞ്ഞു. 15 ഡേയ്സിനുള്ളിൽ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ടൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അപ്രൂവ് ആയി എന്ന് അർത്ഥം. ഇനി 15 ഡേയ്സിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ വരുവാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ കൊടുക്കണമെങ്കിലാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നും വന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കത് അപ്രൂവ് ആയി തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ അമെൻമെൻറ്റിൻ്റെ പ്രൊവിഷൻസും റൂൾസും നമ്മൾ പഠിച്ചു. ഇനി ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ആണ്. നമുക്ക് രജിസ്ട്രേഷൻ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അതെങ്ങനെ നോക്കാം. രജിസ്ട്രേഷൻ വൺസ് ഗ്രാൻഡഡ് മേ ബി ക്യാൻസൽഡ് ഓൺ മെനി ഗ്രൗണ്ട്സ്. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദ ഫോളോയിങ് പ്രൊവിഷൻസ് ആർ റെലവൻറ്റ് ഇൻ കണക്ഷൻ വിത്ത് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. അപ്പോൾ അതിൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ, ദ പ്രോപ്പർ ഓഫീസർ മേ ഐദർ ഓൺ ഹിസ് ഓൺ മോഷൻ ഓർ ഓൺ ദ ആപ്ലിക്കേഷൻ filed by the registered person or by his legal heirs in case of death of such person cancel the registration in the following cases. ഇപ്പോൾ പ്രോപ്പർ ഓഫീസറിന് സ്വന്തമായിട്ടൊരു തീരുമാനമെടുത്ത് ക്യാൻസൽ ചെയ്യാം ചില സിറ്റുവേഷൻസിൽ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ആപ്ലിക്കേഷൻ കിട്ടുവാണ്, രജിസ്റ്റേർഡ് പേഴ്സൻ്റെ അടുത്ത് നിന്ന് ഒരു ആപ്ലിക്കേഷൻ കിട്ടുവാണ് ഇത് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ലീഗൽ എയേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒരു ആപ്ലിക്കേഷൻ കിട്ടുവാണ്. അത് എപ്പോഴാണെന്ന് വെച്ചാൽ രജിസ്റ്റേർഡ് പേഴ്സൺ മരിച്ചു പോയി, അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ലീഗൽ എയേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒരു ആപ്ലിക്കേഷൻ കിട്ടുവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യാം. ഇൻ ദ ഫോളോയിങ് കേസസിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒന്നാമത്തെ, ദ ബിസിനസ് ഹാസ് ബീൻ ഡിസ്കണ്ടിന്യൂഡ്. ബിസിനസ് നമ്മൾ നിർത്തി, ഡിസ്കണ്ടിന്യൂ ചെയ്തു. ട്രാൻസ്ഫേർഡ് ഫുള്ളി ഫോർ എനി റീസൺ, അല്ലെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഫോർ എനി റീസൺ, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, ഇൻക്ലൂഡിംഗ് ഡെത്ത് ഓഫ് ദ പ്രൊപ്രൈറ്റർ, അമാൽഗമേറ്റഡ് വിത്ത് അതർ ലീഗൽ എൻറ്റിറ്റി, ഡീമേർജ്ഡ് ഓർ അതർവൈസ് ഡിസ്പോസ്ഡ് ഓഫ്. ഒന്നിക്കൽ അത് പ്രൊപ്രൈറ്ററിന് ഡെത്ത് കൊണ്ടോ അല്ലെങ്കിൽ അമാൽഗമേഷൻ കൊണ്ടോ, അല്ലെങ്കിൽ ഡീമേർജ് എന്ന് പറഞ്ഞത് പല ബിസിനസ്സിലേക്ക് മേർജ് ചെയ്തു പോയി, ഓർ അതർവൈസ് ഡിസ്പോസ്ഡ് ഓഫ്, അല്ലെങ്കിൽ നമ്മളത് നിർത്തി. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. രണ്ടാമത്തെ പറയുന്നത്, ദർ ഈസ് എനി ചേഞ്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ബിസിനസിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും ചേഞ്ച് വരുവാണ് എന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു പാർട്ട്ണർഷിപ്പാണ്, അത് മാറി വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ബിസിനസ്സിലോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് മാറി പോവാണ്. ദ ടാക്സബിൾ പേഴ്സൺ ഈസ് നോ ലോങ്ങർ ലയബിൾ ടു ബി രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 22 ഓർ സെക്ഷൻ 24. അല്ലെങ്കിൽ ഈ പേഴ്സണ് ഇനി രജിസ്റ്റേർഡ് ആവണമെന്ന് ആവശ്യമില്ലാതെ വരുവാണ് എന്ന് വെച്ചാൽ, അയാളുടെ ഒന്നിക്കൽ നമുക്ക് പറയാം അതിൻ്റെ നമ്മളൊരു ലിമിറ്റ് പറഞ്ഞില്ല, ത്രഷോൾഡ് ലിമിറ്റ്, അതിൽ താഴെ ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രജിസ്റ്റേർഡ് ആവണം നിർബന്ധമില്ല അല്ലേ. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ വരുവാണെങ്കിലും നമുക്ക് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇനി നെക്സ്റ്റ് പ്രൊവിഷൻ പറയുന്നത്, ദ പ്രോപ്പർ ഓഫീസർ മേ ക്യാൻസൽ ദ രജിസ്ട്രേഷൻ ഓഫ് എ പേഴ്സൺ. ഇപ്പോൾ ഒരു പ്രോപ്പർ ഓഫീസറിന് വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്യാം. ഫ്രം സച്ച് ഡേറ്റ് ഇൻക്ലൂഡിങ് എനി റോസ്പെക്റ്റീവ് ഡേറ്റ് എന്ന് വെച്ചാൽ മുൻകാല പ്രാബല്യത്തോടെ. ഇപ്പം ഇന്നാണ് അയാൾ ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ കഴിഞ്ഞ മാസം മുതൽ ക്യാൻസൽഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ, അതാണ്
റെട്രോസ്പെക്റ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. As he may deem fit in the following cases. അപ്പോൾ ഇതാണ് കറക്റ്റ് എന്ന് തോന്നുന്നത്, അതുപോലെ ചെയ്യാം. In the following cases, ഒന്നാമത്തെ, the registered person has contravened the provisions of act or the rules. ആ ആക്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ റൂൾസിന് അഗെയിൻസ്റ്റ് ആയിട്ട് അയാൾ പ്രവർത്തിച്ചു. GST ആക്റ്റോ റൂൾസിനോ അഗെയിൻസ്റ്റ് ആയിട്ട് അയാൾ പ്രവർത്തിച്ചു. A person paying tax under section 10 has not furnished return. അപ്പോൾ സെക്ഷൻ 10 പ്രകാരം ടാക്സ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്, അയാൾ റിട്ടേൺസ് ഫേർണിഷ് ചെയ്തിട്ടില്ല. റിട്ടേൺസ് ഫേർണിഷ് ചെയ്യണമല്ലോ, നമുക്ക് മന്ത്ലി ആനുവലി ഒക്കെ റിട്ടേൺസ് ഫേർണിഷ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് റിട്ടേൺസ് ഫേർണിഷ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ്, എനി രജിസ്റ്റേർഡ് പേഴ്സൺ അതർ ദാൻ എ കോമ്പസിറ്റ് ടാക്സ് പെയർ ഹാസ് നോട്ട് ഫേർണിഷ്ഡ് റിട്ടേൺസ് ഫോർ എ കണ്ടിന്യൂസ് പീരിയഡ് ഓഫ് 6 months. ഇനി കോമ്പസിറ്റ് ടാക്സ് പെയർ അല്ലാത്ത അയാൾ കണ്ടിന്യൂസ് പീരിയഡ് ഓഫ് 6 monthsലേക്ക് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ കോമ്പസിറ്റ് ടാക്സ് പെയർ അല്ല എന്ന് പറയുന്നത് കോമ്പസിറ്റ് ടാക്സ് പെയറിന് മന്ത്ലി റിട്ടേൺ ഫർണിഷ് ചെയ്യേണ്ട അല്ലേ. അപ്പോൾ അതല്ലാത്ത ഒരു പേഴ്സൺ 6 monthsോളം നമ്മുടെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല. നെക്സ്റ്റ്, എനി പേഴ്സൺ ഹു ഹാസ് ടേക്കൺ വോളണ്ടറി രജിസ്ട്രേഷൻ അണ്ടർ 25 subsection 3 ഹാസ് നോട്ട് കമൻസ്ഡ് ബിസിനസ് വിത്തിൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ഇനി ഒരാൾക്ക് വോളണ്ടറി രജിസ്ട്രേഷൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ വോളണ്ടറി രജിസ്ട്രേഷൻ എടുത്തിട്ട് ഒരാൾ ബിസിനസ് തുടങ്ങിയേയില്ല. അപ്പം ബിസിനസ് നമ്മളത് രജിസ്ട്രേഷൻ എടുത്ത് 6 മാസമായിട്ടും ബിസിനസ് തുടങ്ങിയില്ല. അങ്ങനെയാണെങ്കിൽ അയാളുടെ രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്യാം. രജിസ്ട്രേഷൻ ഹാസ് ബീൻ ഒബ്റ്റെയിൻഡ് ബൈ മീൻസ് ഓഫ് ഫ്രോഡ്, വിൽഫുൾ മിസ്സ്റ്റേറ്റ്മെന്റ് ഓർ സപ്രഷൻ ഓഫ് ഫാക്ട്സ്. അല്ലെങ്കിൽ നമ്മളെന്തോ ഫ്രോഡ് നടത്തിയ രീതിയിലാണ് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കളവായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫാക്ട്സ് പറയാതെ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ എന്ത് ചെയ്യാം, പ്രോപ്പർ ഓഫീസറിന് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പ്രൊവിഷൻസ് നമ്മൾ പഠിച്ചു. ഇനി ക്യാൻസലേഷൻ അണ്ടർ റൂൾ 21 ആണ് പഠിക്കാനുള്ളത്. ദ രജിസ്ട്രേഷൻ ഈസ് ലയബിൾ ടു ബി ക്യാൻസൽഡ് അണ്ടർ റൂൾ 21 ഇൻ ദ ഫോളോയിങ് കേസസ്. റൂൾ 21 പ്രകാരം താഴെ പറയുന്ന കേസസിൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ആവുന്നതായിരിക്കും. ഒന്നാമത്തെ, ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഡസ് നോട്ട് കണ്ടക്ട് എനി ബിസിനസ് ഫ്രം ദ ഡിക്ലയർഡ് പ്ലേസ് ഓഫ് ബിസിനസ്. അയാൾ പ്ലേസ് ഓഫ് ബിസിനസ് ഇന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവിടുന്ന് ബിസിനസ് ഒന്നും കണ്ടക്ട് ചെയ്യുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, ഇഷ്യൂസ് ഇൻവോയ്സ് ഓർ ബിൽ വിത്തൗട്ട് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗുഡ്സ് ഓർ സർവീസ് സപ്ലൈ ചെയ്യുമ്പോഴാണ് ഇൻവോയ്സോ അല്ലെങ്കിൽ ബില്ലോ സപ്ലൈ നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതില്ലാതെ വെറുതെ നമ്മൾ ഇഷ്യൂ ചെയ്യുവാണ്. മൂന്നാമത്തെ, വയലേറ്റ്സ് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 171 ഓഫ് ദ ആക്ട് ഓർ ദ റൂൾസ് മെയ്ഡ് ദാറാഫ്റ്റർ. ഇപ്പം നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന രജിസ്ട്രേഷൻ്റെ റൂൾസ് അതൊക്കെ വയലേറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 171 അതേപോലെ തന്നെ അതിൻ്റെ റൂൾസും വയലേറ്റ് ചെയ്യുവാണ്. ഈ 3 സിറ്റുവേഷൻസിൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. The following provisions are also relevant in the cancellation of registration. അതുപോലെ കുറച്ചുകൂടി പ്രൊവിഷൻസ് കൂടി പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ, the registration shall not be cancelled without giving the person the opportunity of being heard. അപ്പം നമ്മളൊരു രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ പ്രോപ്പർ ഓഫീസർ ക്യാൻസൽ ചെയ്യുവാണെങ്കിലും ആരുടെ രജിസ്ട്രേഷനാണ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത് അവർക്ക് പറയാനുള്ള അവസരം കൊടുക്കണം, അയാളുടെ സൈഡ് പറയാനുള്ള അവസരം നമ്മൾ കൊടുത്തിരിക്കണം. രണ്ടാമത്തെ, ദ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഷാൾ നോട്ട് എഫക്ട് ദ ലയബിലിറ്റി ഓഫ് ദ പേഴ്സൺ ടു പേ ടാക്സ് ആൻഡ് അതർ ഡ്യൂസ് അണ്ടർ ദ ആക്ട് or to discharge any legal obligation for any period before or after the cancellation of registration. രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത് കൊണ്ട് അയാൾക്ക് അതുവരെ വന്നിരിക്കുന്ന ടാക്സ് ലയബിലിറ്റി ക്യാൻസൽ ആവുന്നില്ല. അപ്പോൾ അതിനു വേണ്ടി ആയിരിക്കരുത് നമ്മൾ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ലീഗൽ ഒബ്ലിഗേഷൻ എന്തെങ്കിലും അയാളുടെ പാർട്ടിന് ചെയ്യാനുണ്ടെങ്കിൽ അതൊന്നും ഇല്ലാതാവുന്നില്ല നമ്മുടെ രജിസ്ട്രേഷൻ കാരണം, മീൻസ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ കാരണം. നെക്സ്റ്റ് പറയുന്നത്, ദ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ under the SGST Act or UTGST Act shall be deemed to be a cancellation of registration under CGST Act also. നമ്മൾ രജിസ്ട്രേഷൻ്റെ കേസിലും അമെൻമെൻറ്റിൻ്റെ കേസിലും പറഞ്ഞത് തന്നെയാണ്. രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്ന കേസിലും നമ്മൾ SGST ആക്ടിലോ UTGST ആക്ടിലോ അത് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി CGST ആക്ടിലും ക്യാൻസൽഡ് ആയിട്ട് വരും. In the case of cancellation of registration, the registered person shall pay an amount equivalent to the credit of input tax in respect of stock or capital goods at the time of cancellation. അപ്പോൾ അയാളുടെ കയ്യിൽ ആ ടൈമിലിരിക്കുന്ന ക്യാപിറ്റൽ ഗുഡ്സോ അതേപോലെ തന്നെ സ്റ്റോക്കോ അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് നമ്മൾ പേ ചെയ്തിരിക്കണം. If the output tax payable on such goods is higher, he will be liable to pay the same. ഇനിയിപ്പം ഇതിൻ്റെ മേലുള്ള ഔട്ട്പുട്ട് ടാക്സ് ആണ് കൂടുതലായിട്ട് വരുന്നതെങ്കിൽ അതായിരിക്കും പേ ചെയ്യേണ്ടത്.
അപ്പം ഏതാണെന്ന് നോക്കുക, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പം ഇൻപുട്ട് ടാക്സ് ആണോ ഔട്ട്പുട്ട് ടാക്സ് ആണോ ഏതാണ് അതിൻ്റെ മേലെ കൂടുതൽ വരുന്നത്, ആ എമൗണ്ട് അയാൾ പേ ചെയ്തിരിക്കണം. നെക്സ്റ്റ്, ഇൻ കേസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഓർ പ്ലാന്റ് ആൻഡ് മെഷീനറി ദ ടാക്സബിൾ പേഴ്സൺ ഷാൾ പേ an amount equal to the input tax credit taken on them, reduced by such percentage points as may be prescribed, or the tax on the transaction value of such capital goods or plant and machinery under section 15 whichever is higher. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ, പ്ലാന്റ് ആൻഡ് മെഷീനറി പോലുള്ള ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ ഈ ടാക്സബിൾ പേഴ്സൺ ആ ഗുഡ്സിൻ്റെ മേലെ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആ എമൗണ്ടിന് ഈക്വൽ ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ഒരു പെർസെൻറ്റേജ് നമുക്ക് മൈനസ് ചെയ്തിട്ടോ, റെഡ്യൂസ് ടു സച്ച് പെർസെൻറ്റേജ് പോയിന്റ്സ്, അത്ര പെർസെൻറ്റേജിലേക്ക് മൈനസ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഏതാണോ ആപ്ലിക്കബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതാണോ ഹയർ എമൗണ്ട് അത് നമ്മൾ പേ ചെയ്തിരിക്കണം. ദ പ്രിസ്ക്രൈബ്ഡ് പെർസെൻറ്റേജ് പോയിന്റ് ഇസ് 5% പെർ ക്വാർട്ടർ. അപ്പോൾ ആ പെർസെൻറ്റേജ് പോയിന്റ് എന്ന് പറയുന്നത് 5% പെർ ക്വാർട്ടർ ആണ്. അപ്പം ഒന്നിക്കൽ 5% പെർ ക്വാർട്ടർ വെച്ചിട്ട്, അല്ലെങ്കിൽ അയാളുടെ അതിൻ്റെ മേലെ അയാൾ ക്ലെയിം ചെയ്തിരിക്കുന്ന ആ ഇൻപുട്ട് ടാക്സ് എത്രയാണോ അപ്പോൾ അതിൽ ഏതാണോ ഹയർ ആ എമൗണ്ട് അയാൾ പേ ചെയ്തിരിക്കണം. ഇനി നെക്സ്റ്റ് നമ്മുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ്റെ കാര്യമാണ് പറയുന്നത്. എ രജിസ്റ്റർഡ് പേഴ്സൺ സീക്കിംഗ് ക്യാൻസലേഷൻ ഓഫ് ഹിസ് രജിസ്ട്രേഷൻ അണ്ടർ സെക്ഷൻ 29 സബ്സെക്ഷൻ 1 ഷാൾ ഇലക്ട്രോണിക്കലി സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ ഇൻ ഫോം GST REG 16. GST REG 16 പ്രകാരം ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം. അപ്പം നമ്മൾ രജിസ്ട്രേഷനും ആപ്ലിക്കേഷൻ കൊടുക്കണം, അമെൻമെൻറ്റിനും ആപ്ലിക്കേഷൻ കൊടുക്കണം, അതുപോലെ തന്നെ ക്യാൻസലേഷൻ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. ക്യാൻസലേഷന് കൊടുക്കേണ്ട ഫോം GST REG 16 ആണ്. ദിസ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് എ person to whom registration has been granted under Rule 12, person liable for TDS or TCS. TDS or TCS പ്രകാരം അയാൾക്ക് രജിസ്ട്രേഷൻ കിട്ടിയ ഒരു പേഴ്സൺ ആണെങ്കിൽ ഇത് ആപ്ലിക്കബിൾ അല്ല അയാളുടെ കേസിൽ. ഓർ എ പേഴ്സൺ ടു ഹൂം യൂണീക്ക് ഐഡന്റിറ്റി നമ്പർ ഹാസ് ബീൻ ഗ്രാൻഡഡ് അണ്ടർ റൂൾ 17, അല്ലെങ്കിൽ യൂണീക്ക് ഐഡന്റിറ്റി നമ്പർ തന്നിട്ടില്ല, അത് നമ്മൾ സ്പെഷ്യൽ ഏജൻസീസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇത് ആപ്ലിക്കബിൾ അല്ലെന്നാണ് പറയുന്നത്. The application for cancellation of registration should contain the details of inputs held in stock and capital goods. അപ്പോൾ രജിസ്ട്രേഷൻ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ മേലെ നമ്മൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇൻപുട്സ് എത്രയുണ്ട്, സ്റ്റോക്ക് ആയിട്ടും ക്യാപിറ്റൽ ഗുഡ്സ് ആയിട്ടും. എന്തുകൊണ്ട് അതിൻ്റെ മേലെ നമ്മൾ ടാക്സ് പേ ചെയ്യണം അല്ലേ, on the date from which the cancellation of registration is thought. നമ്മൾ എപ്പോഴാണ് ക്യാൻസൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റിൽ നമ്മുടെ കയ്യിൽ എത്ര ഇൻപുട്സ് ഉണ്ട്, അത് സ്റ്റോക്ക് ആയിട്ടും അതേപോലെ ക്യാപിറ്റൽ ഗുഡ്സ് ആയിട്ടും. The liability with respect of such assets, the details of the payment if any made against such liability and supporting documents also should be furnished. അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ മേലെ എന്തൊക്കെയാണ് പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്, അതിന് മേലെ നമുക്ക് ലാബിലിറ്റി എന്തൊക്കെയുണ്ട്, അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം, ആ പോർട്ടലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കണം. അതിനുള്ള ഡോക്യുമെന്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കണം. വിത്തിൻ എ പീരീഡ് ഓഫ് 30 days ഓഫ് ദ ഒക്കറൻസ് ഓഫ് ദ ഇവന്റ് വാറണ്ടിങ് ക്യാൻസലേഷൻ. അപ്പോൾ ക്യാൻസൽ ചെയ്യാനുള്ള ആ ഇവന്റ് എപ്പോഴാണോ നടന്നത് ആ നടന്നതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വെച്ച് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം. ദ ആപ്ലിക്കേഷൻ ക്യാൻ ബി സബ്മിറ്റഡ് ഐദർ ഡയറക്ട്ലി ഓർ ത്രൂ എ ഫെസിലിറ്റേഷൻ സെന്റർ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡയറക്ട്ലി പോർട്ടലിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫെസിലിറ്റേഷൻ സെന്ററിൽ ചെയ്യാം. In case a taxable person registered voluntarily, the application for cancellation of registration shall not be considered before the expiry of a period of 1 year from the date of registration. ഇപ്പോൾ ഒരാൾ വോളണ്ടറി രജിസ്റ്റർ ചെയ്ത ഒരാളാണെങ്കിൽ അയാൾ രജിസ്റ്റർ ചെയ്തിട്ട് 1 year കഴിയാതെ അയാൾക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അയാൾ രജിസ്റ്റർ ചെയ്ത ഡേറ്റ് മുതൽ ഒരു 1 year കഴിഞ്ഞതിന് ശേഷം മാത്രമേ അയാൾക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആപ്ലിക്കേഷൻ്റെ കാര്യം പറയുന്നത്. നമ്മുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള പ്രൊസീജിയർ ആണ് പറയുന്നത്. അതിലൊന്നാമത്തെ, where the proper officer has reason to believe that the registration of the person is liable to be cancelled under section 29, he shall issue a notice to such person in form GST REG 17. അപ്പം നമ്മുടെ പ്രോപ്പർ ഓഫീസറിന് തന്നെ തോന്നുവാണ് എങ്ങനെയെങ്കിലും എന്ന് വെച്ചാൽ എന്തെങ്കിലും റീസൺ കാരണം അയാളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യേണ്ടതാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു നോട്ടീസ് കൊടുക്കണം ആദ്യം. അങ്ങനെ ഡയറക്റ്റ്ലി അങ്ങ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യാം ഇൻ ഫോം GST REG 17 റിക്വയറിംഗ് ഹിം ടു ഷോ കോസ്. അത് അയാൾക്ക് അയാളുടെ സൈഡ് പറയാനുള്ള ഒരു
ആവശ്യം ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നോട്ടീസ് അയക്കണം അയാളുടെ എന്തുകൊണ്ട് ഇന്ന് സംഭവം നടന്നു എന്ന് പറഞ്ഞിട്ട് within a period of 7 working days from the date of service of such notice as to why his registration shall not be cancelled. അപ്പം 7 ദിവസത്തിനുള്ളിൽ അയാൾ അതിൻ്റെ റീസൺ കാണിക്കണം എന്ന് വെച്ചാൽ എന്തുകൊണ്ട് സംഭവിച്ചു, എന്തുകൊണ്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും കാരണം നിങ്ങൾക്ക് ബോധിപ്പിക്കാനുണ്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ അയാൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ഓഫീസറിന് ഇൻഡിക്കേറ്റ് ചെയ്ത് കൊടുക്കണം, റിപ്ലൈ ആയിട്ട് കൊടുക്കണം. The reply to the show cause notice shall be furnished in form REG 18. ഫോം REG 18ലാണ് ആ നോട്ടീസ് ഫേണിഷ് ചെയ്യേണ്ടത് വിത്തിൻ ദ പ്രിസ്ക്രൈബ്ഡ് പീരിയഡ്. ഇന്ന പീരിയഡിനുള്ളിൽ അത് പ്രിസ്ക്രൈബ് ചെയ്ത പീരിയഡിനുള്ളിൽ അത് കൊടുത്തിരിക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞ 7 days, അപ്പോൾ 7 daysനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ള റിപ്ലൈ ഈ ഫോം REG 18ൽ കൊടുത്തിരിക്കണം. അപ്പം എല്ലാത്തിനും ഈ ഫോം ആക്കിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫോമാറ്റിൽ മാത്രമേ നമുക്ക് എല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം റിപ്ലൈ ആണെങ്കിലും പ്രോപ്പർ ഓഫീസർ നമുക്ക് തരുന്ന എന്തെങ്കിലും ഓർഡർ ആണെങ്കിലും അതിലെല്ലാം കൃത്യമായിട്ട് ഒരു ഫോമാറ്റ് ഉണ്ട്, ആ ഫോമാറ്റിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എല്ലാത്തിനും ഫോം വരുന്നത്. Next, third, where a person who has submitted an application for cancellation of registration is no longer liable to be registered or his registration is liable to be cancelled. എന്നിട്ട് ഒരാൾ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്, എന്നിട്ട് അത് ക്യാൻസൽ ചെയ്യേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ the proper officer shall issue an order in form GST REG 19. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കേണ്ടത് GST REG 19 പ്രകാരമുള്ള ഒരു ഓർഡറാണ്. ആ ഫോമാറ്റിലുള്ള ഒരു ഓർഡർ അയാൾക്ക് ഇഷ്യൂ ചെയ്തിരിക്കണം, ക്യാൻസലിംഗ് ദ രജിസ്ട്രേഷൻ. അപ്പോൾ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓർഡർ കൊടുക്കണം. വിത്തിൻ എ പീരിയഡ് ഓഫ് 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓർ ദ ഡേറ്റ് ഓഫ് റിപ്ലൈ ടു ദ ഷോ കോസ് ആസ് ദ കേസ് മേ ബി. 30 daysനുള്ളിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അയാൾ ആപ്ലിക്കേഷൻ കൊടുത്തു, അതിൻ്റെ 30 days, അല്ലെങ്കിൽ നമ്മൾ ഷോ കോസ് കൊടുത്തു, അതിൻ്റെ 30 days, ഏതായാലും 30 daysനുള്ളിൽ നമുക്കത് ക്യാൻസൽ ചെയ്ത് കിട്ടണം. The date of effect of cancellation shall be intimated to the taxable person, directing him to pay arrears of the tax, interest or penalty. അതേപോലെ തന്നെ ഇതിൻ്റെ ഡേറ്റ് ഓഫ് എഫക്റ്റ് ഓഫ് ക്യാൻസലേഷനും ഈ ടാക്സബിൾ പേഴ്സണിനെ അറിയിച്ചിരിക്കും. അപ്പോൾ അതിനകത്ത് അയാൾ പേ ചെയ്യേണ്ട എന്തെങ്കിലും അറിയേഴ്സ് ഓഫ് ടാക്സോ ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ എന്തെങ്കിലും പേ ചെയ്യാനുണ്ടെങ്കിൽ അതും അതിനകത്ത് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ 30 days ആണ് ഇതിൻ്റെ കേസിൽ. ഓരോന്നിൻ്റെയും നിങ്ങൾ നോക്കണം, നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് എത്ര ഡേയ്സ് ആണത് അപ്രൂവ് ആയി വരാനുള്ളത്. നമ്മൾ രജിസ്ട്രേഷന് 3 ദിവസമായിരുന്നു, അമെൻമെൻറ്റിന് 15 ദിവസമായിരുന്നു. അതുപോലെ ക്യാൻസലേഷൻ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് 30 days ആണ്. ഇനി നെക്സ്റ്റ് പറയുന്നത്, ഇഫ് ദ റിപ്ലൈ ഫേർണിഷ്ഡ് ഈസ് ഫൗണ്ട് ടു ബി സാറ്റിസ്ഫാക്ടറി ദ പ്രോപ്പർ ഓഫീസർ ഷാൽ ഡ്രോപ്പ് ദ പ്രൊസീഡിങ്സ് ആൻഡ് പാസ് ആൻ ഓർഡർ ഇൻ ഫോം GST REG 20. അതിനിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രോപ്പർ ഓഫീസറിന് ഒരു റിപ്ലൈ വേണമെന്ന് പറഞ്ഞിട്ട് ഷോക്കോസ് നോട്ടീസ് കൊടുത്തു. അപ്പോൾ ഷോക്കോസ് നോട്ടീസ് പ്രകാരം അയാളുടെ സൈഡ് പറയുകയാണ്. അപ്പം ഇയാൾക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നുവാണ് എന്ന് വെച്ചാൽ ഇനി മുതൽ എൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യേണ്ട സിറ്റുവേഷൻ അവിടെ ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ പ്രോപ്പർ ഓഫീസർ എന്ത് ചെയ്യും, അയാൾ നടന്നുകൊണ്ടിരിക്കുന്ന രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി അയാൾ നടത്തിയ പ്രൊസീഡിങ്സ് ഒക്കെ ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് പുതിയൊരു ഓർഡർ പാസ് ചെയ്യും. അത് ഫോം GST REG 20 പ്രകാരമാണ് ഓർഡർ പാസ് ചെയ്യുന്നത്. The provision shall be applicable to the legal heirs or the deceased proprietor as if the application had been submitted by the proprietor himself. അപ്പം നമ്മൾ പ്രൊപ്രൈറ്റർ മരിച്ചുപോയി, ലീഗൽ എയേഴ്സ് ആണ് അത് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രൊവിഷൻസ് എല്ലാം ലീഗൽ എയേഴ്സിന് എത്രത്തോളം ആ പ്രൊപ്രൈറ്ററിന് ആപ്ലിക്കബിൾ ആവോ അതേപോലെ തന്നെ ലീഗൽ എയേഴ്സിനും ആപ്ലിക്കബിൾ ആവും. എന്ന് വെച്ചാൽ നമ്മൾ പൈസ വല്ലതും അടക്കാനുണ്ടെങ്കിൽ അത് ലീഗൽ എയേഴ്സ് അടച്ചിരിക്കണം. Next, the registration shall remain temporarily suspended while cancellation of registration is under process. ഇനി നമ്മൾ 30 days അത് പ്രോസസ്സ് ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്താലും ഇല്ലെങ്കിലും, അല്ലാതെ സ്വന്തമായിട്ട് നമ്മൾ പ്രോപ്പർ ഓഫീസർ ചെയ്യുവാണെങ്കിലും. അപ്പോൾ 30 days എന്ന് പറയുന്ന പീരീഡിൻ്റെ ഉള്ളിൽ നമ്മളെ രജിസ്ട്രേഷൻ ടെമ്പററിലി സസ്പെൻഡഡ് ആയിരിക്കും. നമുക്ക് അത്രയും പീരീഡ് അത് യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ ദാറ്റ് ദ ടാക്സ് പെയർ ഇസ് റിലീവ്ഡ് ഓഫ് കണ്ടിന്യൂഡ് കോംപ്ലിയൻസ് അണ്ടർ ദ ലോ. അല്ലെങ്കിൽ പിന്നെ അത് ക്യാൻസൽ ചെയ്യുന്ന ഡേറ്റ് വരെയുള്ള എന്നുവെച്ചാൽ അതിന് ശേഷം അയാൾ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം അയാൾ ചിലപ്പോൾ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ GST ആക്ട് പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അയാളുടെ രജിസ്ട്രേഷൻ ടെമ്പററിലി സസ്പെൻഡഡ് ആയിട്ടാണ് ഉണ്ടാവുക. ഇനി നെക്സ്റ്റ് വരുന്നത് റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ആണ്. രജിസ്ട്രേഷൻ ക്യാൻസൽ ആയിട്ട് അതിനെ നമുക്ക് എങ്ങനെ റിവോക്ക് ചെയ്യാം. Cancellation of registration can be revoked as provided under section 30. Section 30 പ്രകാരമാണ് നമുക്ക് റിവോക്ക് ചെയ്യാൻ പറ്റുന്നത്. Any registered person whose registration is cancelled may apply to such officer for revocation of cancellation
of the registration in the prescribed manner within 30 days from the date of service of cancellation order. ഇപ്പോൾ cancellation order കിട്ടി 30 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓഫീസർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇതിനെ റിവോക്ക് ചെയ്യണം എന്ന് വെച്ചാൽ cancellation മാറ്റി തരണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ കൊടുക്കാം. On receipt of the application for revocation, the proper officer may in such manner and within such period as may be prescribed by order either revoke cancellation of the registration or reject the application. The application കിട്ടിയിട്ട് എന്ന് വെച്ചാൽ റിവോക്കേഷനിൽ ആപ്ലിക്കേഷൻ കിട്ടിയിട്ട് പ്രോപ്പർ ഓഫീസറിന് എന്ത് ചെയ്യാം, ഒരു പ്രിസ്ക്രൈബ് പീരിയഡിനുള്ളിൽ നമുക്ക് നോർമലി എന്താ ചെയ്യുക, ഒരു ആപ്ലിക്കേഷൻ കിട്ടിയാൽ ഒന്നുകിൽ അത് ആക്സെപ്റ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസലേഷൻ ഒഴിവാക്കി കൊടുക്കാം. എന്ന് വെച്ചാൽ നമ്മൾ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തത് മാറ്റി പിന്നെ രജിസ്ട്രേഷനിലേക്ക് ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാം. ദ ആപ്ലിക്കേഷൻ ഫോർ റിവോക്കേഷൻ ഓഫ് cancellation of registration shall not be rejected unless the application has been given an opportunity of being heard. അപ്പോൾ അയാൾക്ക് പറയാനുള്ള അവസരം കൊടുക്കണം. അതിനുശേഷം അയാൾക്ക് എന്താണ് പറയാനുള്ളത് കേട്ടതിന് ശേഷം മാത്രമേ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. The revocation of cancellation of registration under the SGST Act or UTGST Act shall be deemed to be the revocation of cancellation of registration under CGST Act also. അപ്പോൾ SGST Actലും UTGST Actലും പ്രകാരം നമ്മൾ റിവോക്കേഷൻ നടത്തുവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, CGST Actലും കൂടി ആപ്ലിക്കബിൾ ആയിട്ട് വരും. നെക്സ്റ്റ് നമ്മുടെ റൂൾസ് ആണ് പഠിക്കാനുള്ളത്. റൂൾസ് റിലേറ്റിംഗ് ടു റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ മാറ്റുന്നതിനുള്ള റൂൾസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ, എ പേഴ്സൺ ഹൂസ് രജിസ്ട്രേഷൻ ഈസ് ക്യാൻസൽഡ് ഓൺ ഹിസ് ഓൺ മോഷൻ. അയാൾ സ്വന്തമായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യിപ്പിച്ച ഒരാളാണെങ്കിൽ മേ സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ ഫോർ റിവോക്കേഷൻ ഓഫ് cancellation of registration in form GST REG 21. അയാൾ കൊടുക്കേണ്ട ഫോം GST REG 21 ആണ്. അതിലാണ് റിക്വസ്റ്റ് കൊടുക്കേണ്ടത് ടു ദ പ്രോപ്പർ ഓഫീസർ within a period of 30 days from the date of order of cancellation of registration. അപ്പോൾ അയാളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആയതിന് 30 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അയാൾ എന്ത് ചെയ്യണം, പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കണം. ഈ ക്യാൻസൽ ചെയ്തത് മാറ്റി തരണം എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ കൊടുക്കണം. If the registration has been cancelled for the failure of furnishing returns, ഇനി റിട്ടേൺ കൊടുക്കാത്തത് കൊണ്ട്, റിട്ടേൺ എന്ന് പറഞ്ഞാൽ ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ ക്യാൻസൽ ആയതെങ്കിൽ, അങ്ങനെ ഒരു റീസൺ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാകും അല്ലേ, എന്നുവെച്ചാൽ റിട്ടേൺസ് ഫയൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. അപ്പം അങ്ങനെ ഒരു റീസൺ കൊണ്ട് ക്യാൻസൽ ആയ രജിസ്ട്രേഷൻ ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫോർ റിവോക്കേഷൻ ഷാൾ ബി ഫയൽഡ് ഓൺലി ആഫ്റ്റർ ഫേർണിഷിംഗ് സച്ച് റിട്ടേൺസ്. അപ്പം അയാൾ ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ അയാൾ കൊടുക്കാതിരുന്ന റിട്ടേൺസ് ആദ്യം ഫയൽ ചെയ്യണം. അതിന് മേലെ എന്തൊക്കെ ടാക്സോ ഡ്യൂസോ ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ എന്തൊക്കെ പേ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ പേ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ റിവോക്കേഷൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ, ദ പ്രോപ്പർ ഓഫീസർ ഷാൾ ബിഫോർ passing the order issue a notice requiring the application to show cause. അപ്പോൾ ഷോ കോസ് നോട്ടീസ് അപ്പം നമ്മുടെ പ്രോപ്പർ ഓഫീസർ കൊടുക്കണം. എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ റിവോക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ആസ് ടു വൈ ദ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ഫോർ റിവോക്കേഷൻ ഷുഡ് നോട്ട് ബി റിജക്റ്റഡ്. നമുക്ക് ഈ ആപ്ലിക്കേഷൻ എന്തുകൊണ്ട് ഞാൻ റിജക്റ്റ് ചെയ്യാതിരിക്കണം, എന്തുകൊണ്ട് ഇത് ജെന്യൂനിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾ കാണിക്കണം. അതാണ് ഷോ കോസിൽ പറയുന്നത്. ദ ആപ്ലിക്കൻറ്റ് ഷാൾ ഫർണിഷ് the reply within a period of 7 working days. അപ്പോൾ അങ്ങനെ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ 7 working ഡേയ്സിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ആപ്ലിക്കൻ്റ് അതിനുള്ള റിപ്ലൈ കൊടുത്തിരിക്കണം. ഫ്രം ദ ഡേറ്റ് ഓഫ് സർവീസ് ഓഫ് നോട്ടീസ് കിട്ടി 7 ഡേയ്സിനുള്ളിൽ നമ്മൾ അതിൻ്റെ റിപ്ലൈ കൊടുത്തിരിക്കണം. പിന്നെ റൂൾ നമ്പർ 4 പറയുന്നത്, അപ്പോൺ റെസിപ്റ്റ് ഓഫ് ഇൻഫർമേഷൻ ഓർ ക്ലാരിഫിക്കേഷൻ ദ പ്രോപ്പർ ഓഫീസർ ഷാൾ പ്രൊസീഡ് ടു ഡിസ്പോസ് ഓഫ് ദ ആപ്ലിക്കേഷൻ വിത്തിൻ എ പീരീഡ് ഓഫ് 30 days. അപ്പം ആ ഇൻഫർമേഷനോ ക്ലാരിഫിക്കേഷനോ ചോദിച്ചു നമ്മൾ, അത് കിട്ടിക്കഴിഞ്ഞാൽ 30 ഡേയ്സിനുള്ളിൽ അതിൻ്റെ തീരുമാനം ഉണ്ടായിരിക്കണം. ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് സച്ച് ഇൻഫർമേഷൻ ഓർ ക്ലാരിഫിക്കേഷൻ, ആ ഇൻഫർമേഷനോ ക്ലാരിഫിക്കേഷനോ കിട്ടിയതിൻ്റെ 30 ഡേയ്സിനുള്ളിൽ തന്നെ അതിൻ്റെ ഒരു തീരുമാനം നമ്മുടെ പ്രോപ്പർ ഓഫീസർ പറഞ്ഞിരിക്കണം. where the proper officer finds that there are sufficient grounds for revocation of cancellation of registration, he shall revoke the cancellation of registration within a period of 30 days. അപ്പം അയാൾക്ക് തോന്നുവാണ് ഓക്കെ എന്ന്, അയാൾ പറഞ്ഞത് ശരിയായിരുന്നു, ഈ ക്യാൻസലേഷൻ നമുക്ക് മാറ്റി കൊടുക്കാം എന്ന് തോന്നുവാണെങ്കിൽ അത് 30 ഡേയ്സിനുള്ളിൽ അത് ചെയ്തിരിക്കണം. ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദ സെയിം ടു ദ ആപ്ലിക്കൻറ്റ്. എന്നിട്ട് അത് നമ്മുടെ ആപ്ലിക്കൻറ്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണം. The proper officer shall reject the application for revocation of cancellation
സഫീഷ്യൻറ്റ് ഗ്രൗണ്ട്സ്. അതേപോലെ തന്നെ ആൾക്ക് ആക്സെപ്റ്റ് ചെയ്യാനോ റിജക്റ്റ് ചെയ്യാനോ റൈറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട്സ് ഉണ്ടെങ്കിൽ, കറക്റ്റ് ആയിട്ടുള്ള റീസൺസ് ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാം. ദ റീസൺസ് ഫോർ റിജക്ഷൻ ഓഫ് റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഷുഡ് ബി റെക്കോർഡഡ് ഇൻ റൈറ്റിംഗ്. അത് റൈറ്റിംഗിൽ കാണിച്ചിരിക്കണം എന്തൊക്കെ റീസൺ കൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തിരിക്കുന്നത്. The order shall be in form GST REG 05 and shall be communicated to the applicant. അതേപോലെ തന്നെ അതിൻ്റെ ഓർഡർ ഇഷ്യൂ ചെയ്യണം. ഓർഡർ ഇഷ്യൂ ചെയ്യേണ്ട ഫോം GST REG 05 അതെന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നമ്മൾ ആപ്ലിക്കൻറ്റിന്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള മെത്തേഡ് ഓഫ് ഒതൻറ്റിക്കേഷൻ ആണ്. റൂൾ നമ്പർ 26 പറയാണ് എവറി ഡോക്യുമെന്റ് സബ്മിറ്റഡ് ഷുഡ് ബി പ്രോപ്പർലി ഒതൻറ്റിക്കേറ്റഡ്. അപ്പം നമ്മൾ ഏത് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് ഒതൻറ്റിക്കേറ്റ് ചെയ്തിരിക്കണം. എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ, all application reply to notice, returns of outward and inward supplies, appeals or any other document shall be submitted electronically with digital signature certificate or through e-signature. അപ്പോൾ എന്ത് ഡോക്യുമെൻ്റ് നമ്മൾ GSTയിൽ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിലും, ആപ്ലിക്കേഷൻ ആണെങ്കിലും, നമ്മൾ റിപ്ലൈ കൊടുക്കുകയാണെങ്കിലും, അതേപോലെ തന്നെ നമ്മൾ ഇൻവേർഡ് സപ്ലൈസ് ഔട്ട്വേർഡ് സപ്ലൈസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് റിട്ടേൺസ് ഫയൽ ചെയ്യുകയാണെങ്കിലും നമ്മളത് എന്ത് ചെയ്യണം, ഇലക്ട്രോണിക്കലി നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ e-signature അതിലുണ്ടായിരിക്കണം. A registered company should furnish the documents or application verified through digital signature certificate. ഇപ്പോൾ രജിസ്റ്റേർഡ് കമ്പനി ആണെങ്കിൽ അവർ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് കൂടെ വെച്ചിട്ടായിരിക്കണം ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യേണ്ടത്. എന്തിൻ്റെ ആപ്ലിക്കേഷൻ ആണെങ്കിലും അങ്ങനെ തന്നെ ഫയൽ ചെയ്യണം. Next, each document or return furnished online shall be signed or verified through electronic verification code as follows. എല്ലാ ഡോക്യുമെൻറ്റും അല്ലെങ്കിൽ റിട്ടേൺസും നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് അത് ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് വെച്ചിട്ട് നമ്മൾ വെരിഫൈ ചെയ്തിരിക്കണം. അതെങ്ങനെയാണെന്ന് പറയാം. ഒന്നാമത്തെ, ഇൻ കേസ് ഓഫ് ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വൽ ആണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ ബൈ ദ ഇൻഡിവിജ്വൽ ഹിംസെൽഫ്, ഇൻഡിവിജ്വൽ തന്നെ അത് ചെയ്യണം. ഓർ വേർ ഹി ഈസ് ആബ്സെൻറ്റ് ഫ്രം ഇന്ത്യ, അയാൾ ഇന്ത്യയിൽ ഇല്ലെങ്കിൽ ബൈ സം അതർ പേഴ്സൺ ഡ്യൂലി ഓതറൈസ്ഡ് ബൈ ഹിം ഇൻ ഹിസ് ബിഹാഫ്, അയാൾ ഓതറൈസ് ചെയ്യുന്ന ഒരു പേഴ്സൺ. ആൻഡ് വേർ ദ ഇൻഡിവിജ്വൽ ഈസ് മെൻ്റലി ഇൻകപ്പാസിറ്റേറ്റഡ്, മെൻ്റലി പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ ഫ്രം അറ്റൻഡിങ് ടു ഹിസ് അഫെയർസ്, അപ്പം നമ്മൾ ലീഗലി പറയും അയാൾക്ക് ലീഗൽ മാറ്റേഴ്സിലൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അയാൾ ഇൻകേപ്പബിൾ ആണെന്ന് പറയുകയാണെങ്കിൽ ബൈ ഹിസ് ഗാർഡിയൻ ഓർ റെപ്രസെൻറ്റേറ്റീവ്, അങ്ങനെയാണെങ്കിൽ അയാളുടെ ഗാർഡിയനോ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവോ ആ കാര്യം ചെയ്യണം. ഇൻ കേസ് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണെങ്കിൽ ബൈ കർത്ത ഓർ ദ ഓതറൈസ് സിഗ്നേച്ചറി ഓഫ് സച്ച് കർത്ത, കർത്തയാണ് അത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കർത്ത ഓതറൈസ് ചെയ്യുന്ന ഒരു സിഗ്നേച്ചറിക്ക് അത് ചെയ്യാൻ പറ്റും. അത് നെക്സ്റ്റ്, ഇൻ കേസ് ഓഫ് കമ്പനി ആണെങ്കിൽ ബൈ ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, CEO ആയിരിക്കണം, ഓർ ഓതറൈസ്ഡ് സിഗ്നേച്ചറി, അല്ലെങ്കിൽ CEO ഓതറൈസ് ചെയ്യുന്ന ഒരു പേഴ്സൺ അത് ചെയ്യാം. ഇൻ ദ കേസ് ഓഫ് ഗവൺമെന്റ് ഓർ എനി ഗവൺമെന്റൽ ഏജൻസി ഓർ ലോക്കൽ അതോറിറ്റി ബൈ എൻ ഓഫീസർ ഓതറൈസ്ഡ് ഇൻ ദിസ് ബിഹാഫ്, അപ്പോൾ ഗവൺമെന്റോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഏത് ഏജൻസിയോ ലോക്കൽ അതോറിറ്റി ആണെങ്കിൽ ഏതോ ഓഫീസറിനെ നമ്മൾ അതിനുവേണ്ടി ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ആ ഓഫീസർ ആയിരിക്കണം അത് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഇൻ ദ കേസ് ഓഫ് എ ഫേം, ഒരു ഫേമിൻ്റെ കേസിലാണെങ്കിൽ, ഇപ്പോൾ കമ്പനി ഫേം എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഫേം ഒക്കെയാണ് ഇതിൽ വരുന്നത്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഒക്കെ. ബൈ എനി പാർട്ട്ണർ ദെറോഫ് നോട്ട് ബീങ് എ മൈനർ ഓർ ഓതറൈസ് സിഗ്നേറ്ററി ദെറോഫ്, അപ്പം നമ്മുടെ ഒരു പാർട്ട്ണർ ആയിരിക്കണം, നോട്ട് ബീങ് എ മൈനർ ആവാൻ പാടില്ല, ഓർ ഓതറൈസ് സിഗ്നേറ്ററി, അല്ലെങ്കിൽ ആ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഒരു ഓതറൈസ്ഡ് സിഗ്നേച്ചറി ആയിരിക്കണം. ഇൻ ദ കേസ് ഓഫ് എനി അതർ അസോസിയേഷൻ, ഇതല്ലാതെ വേറെ ഏതെങ്കിലും അസോസിയേഷൻ ആണെങ്കിൽ ബൈ എനി മെമ്പർ ഓഫ് ദ അസോസിയേഷൻ ഓർ പേഴ്സൺസ് ഓർ ഓതറൈസ്ഡ് പേഴ്സൺ സിഗ്നേച്ചറി ദെറോഫ്, അപ്പോൾ ആ മെമ്പർ ആയിരിക്കണം, അസോസിയേഷൻ ഏതെങ്കിലും മെമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സൺ ഓർ ഓതറൈസ്ഡ് സിഗ്നേച്ചറി, അല്ലെങ്കിൽ ഒരു ഓതറൈസ്ഡ് സിഗ്നേച്ചറി. ഇൻ ദ കേസ് ഓഫ് എ ട്രസ്റ്റ്, ഇനി ട്രസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ എനി ട്രസ്റ്റി ഓർ ഓതറൈസ്ഡ് സിഗ്നേച്ചറി, ട്രസ്റ്റി ആയിരിക്കണം അല്ലെങ്കിൽ ഓതറൈസ്ഡ് സിഗ്നേച്ചറി ആയിരിക്കണം. ഇൻ ദ കേസ് ഓഫ് എനി അതർ പേഴ്സൺ, ഇതല്ലാത്ത വേറെ ഏതെങ്കിലും പേഴ്സൺ ആണെങ്കിൽ ബൈ എ പേഴ്സൺ കോമ്പിറ്റന്റ് ടു ആക്ട് ഓൺ ഹിസ് ബിഹാഫ്, അയാൾക്ക് വേണ്ടി അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആ കോമ്പിറ്റൻസി ഉള്ള പേഴ്സൺ ആയിരിക്കണം. ഓർ ബൈ എ പേഴ്സൺ ഓതറൈസ്ഡ് ഇൻ അക്കോർഡൻസ് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 48, അല്ലെങ്കിൽ ഒരു ഓതറൈസ്ഡ് പേഴ്സൺ ആയിരിക്കണം. ഇനി നെക്സ്റ്റ് തേർഡ് പറയുന്നത്, ഓൾ നോട്ടീസസ്, സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ഓർഡർ ഷാൽ ബി ഇഷ്യൂഡ് ഇലക്ട്രോണിക്കലി ബൈ ദ പ്രോപ്പർ ഓഫീസർ. ഇനി എന്തെങ്കിലും ഒരു നോട്ടീസോ സർട്ടിഫിക്കറ്റോ നമ്മൾ പ്രോപ്പർ ഓഫീസർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ authorized to issue such notices or certificate or orders through digital signature certificate or e-signature or verified by any other digital media. അപ്പോൾ അത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് പ്രോപ്പർ ഓഫീസർ
ഓതറൈസ് ചെയ്ത പ്രോപ്പർ ഓഫീസർ ആയിരിക്കണം. ടു ഇഷ്യൂ സച്ച് നോട്ടീസ്, ആ നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം ഇഷ്യൂ ചെയ്യേണ്ടത്. അവരും എന്താണ് അത് വെരിഫൈ ചെയ്യണം ത്രൂ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഓർ ഇ സിഗ്നേച്ചർ ഓർ വെരിഫൈഡ് ബൈ അതർ ഡിജിറ്റൽ മോഡിൽ നമ്മൾ അത് വെരിഫൈ ചെയ്തിട്ടാണ് അത് ഇഷ്യൂ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഡോക്യുമെന്റ്സും നമ്മൾ എന്ത് ചെയ്യണം, ഒതന്റിക്കേറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ അത് വെരിഫൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ കൈൻഡ്ലി എന്ന് വെച്ചാൽ ആരാണ് അതിൽ സൈൻ ചെയ്യേണ്ടത് ആ പേഴ്സൺ അത് സൈൻ ചെയ്തിട്ട് ഇലക്ട്രോണിക്കലിയോ അല്ലെങ്കിലോ സൈൻ ചെയ്തിട്ടായിരിക്കണം നമ്മൾ എല്ലാ ഡോക്യുമെന്റ്സും അപ്ലോഡ് ചെയ്യേണ്ടതും അതേപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് നോട്ടീസ് കിട്ടേണ്ടതും. അപ്പം നമ്മൾ ഇന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് പഠിച്ചത്? ഒന്നാമത്തെ നമ്മൾ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു തവണ രജിസ്റ്റർ ചെയ്തതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് നടത്തുന്നത്, അമെൻമെന്റ് ഓഫ് രജിസ്ട്രേഷൻ, അതിൻ്റെ പ്രൊവിഷൻസ് പഠിച്ചു, അതിൻ്റെ റൂൾസ് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രൊവിഷൻസും അതേപോലെ തന്നെ അതിൻ്റെ റൂൾസും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ സിറ്റുവേഷനിൽ നമുക്ക് ക്യാൻസലേഷൻ നടക്കും, അതിനെന്തൊക്കെ ചെയ്യണം. പിന്നെ നമ്മൾ പഠിച്ചിരിക്കുന്നത് ആപ്ലിക്കേഷൻ, ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെ കൊടുക്കണം, അതേപോലെ തന്നെ അത് ക്യാൻസലേഷൻ നടക്കുന്ന പ്രൊസീജിയർ എങ്ങനെയാണ്. ഇത്രയാണ് ക്യാൻസലേഷനിൽ നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ പഠിച്ചത് ഈ ക്യാൻസലേഷൻ റിവോക്ക് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ രജിസ്ട്രേഷൻ ക്യാൻസലായി അതിനെ തിരിച്ചെടുക്കാനുള്ള സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ റൂൾസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചത് എങ്ങനെ നമ്മൾ എല്ലാ ഡോക്യുമെൻറ്റ്സും ഒതന്റിക്കേറ്റ് ചെയ്യാം, എങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ് എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.